ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ രാധിക ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രാധികയെ കണ്ടതുകൊണ്ട് ഉടൻ തന്നെ രാധിക തന്നെ തിരിച്ചറിയാമെന്ന് അറിയാവുന്നതിനാൽ ശ്യാമയും അമൃതയുടെയും രാധികയുടെ കണ്ണിൽപ്പെടാതെ മറഞ്ഞു നിൽക്കുന്നു. പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം രാധിക തന്റെ അരികിൽ നിന്ന് അമ്മയെ നോക്കിയതും ഐശ്വര്യയും സോനയും അവിടെ കാണാതായതോടെ രാധികയ്ക്കും ആകെ ടെൻഷനായി. എല്ലായിടത്തും രാധിക അവരെ അന്വേഷിച്ചു. ഐശ്വര്യയും സോനയും രാധികയുടെ കണ്ണിൽപ്പെടാതിരിക്കാനായി മറഞ്ഞു നിൽക്കുന്നതോടൊപ്പം ശ്യാമയും അമൃതയും തങ്ങളെ കാണരുതെന്നും അവർ തീരുമാനിച്ചു. ഇതേസമയം രാധിക ഐശ്വര്യനെയും സോനയും അന്വേഷിച്ചു പോകുമ്പോൾ രാധികയുടെ കണ്ണിൽപ്പെടാതിരിക്കാനായി അമൃതയും ശ്യാമയും കൂടി വേഗം ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിറങ്ങി പെട്ടെന്ന് കാറിനരികിലേക്ക് പോവുകയാണ്. ഈ കാഴ്ച രാധിക ഭിന്നായം പോലെ കണ്ടു. അമൃത മേഡം അതിലെ പോകുന്നത് കണ്ടതോടെ അത് അമൃത മേഡം അല്ലേ എന്ന് ചിന്തിച്ച് അമൃത മേഡം എന്ന് ഉറക്കെ രാധിക വിളിച്ചു. പക്ഷേ അമൃത അത് കേട്ടിട്ടും മുഖം കൊടുക്കാതെ വേഗം കാറിനരികിലേക്ക് പെട്ടെന്ന് ശ്യാമയും കൂട്ടിക്കൊണ്ട് എത്തുന്നു. ഈ സമയത്ത് രാധിക വേഗം തന്നെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി കാറിനരികിലേക്ക് ഓടിയെത്തി. കാറിലേക്ക് കയറി വേഗം പോകാനായിട്ട് ശ്യാമയും അമൃതയും ഡ്രൈവറോട് പറഞ്ഞപ്പോഴേക്കും രാധിക ഓടിയെത്തി അമൃതയെടുത്ത് കയറിയ ആ കാറിന്റെ ഡോറ് തുറന്ന് വേഗം അമൃതയെ കണ്ടു. അമൃത മേഡം, ഇത് ഞാൻ എത്ര നേരമായി മേഡത്തെ വിളിക്കുന്നു എന്ന് രാധിക അമൃതയോട് ചോദിച്ചു. അത് കേട്ടതും ഓ രാധിക മോളോ, ഞാൻ കണ്ടില്ല എന്ന് അമൃത കളവ് പറഞ്ഞു. അപ്പോഴേക്കും മുൻസീറ്റിലിരുന്ന ശ്യാമ തന്നെ ഒരു കാരണവശാലും മോള് തിരിച്ചറിയരുത് എന്ന ആഗ്രഹത്തോടെ വേഗം ശ്യാമയുടെ ശ്യാമ ഒരു കാരണവശാലും രാധികയുടെ കണ്ണിൽപ്പെടാതിരിക്കാനായി തന്റെ സാരി തലപ്പ് കൊണ്ട് രാധിക തിരിച്ചറിയാതിരിക്കാൻ മുഖം മറച്ചു പിടിക്കണം. ഇത് കണ്ടതുകൊണ്ട് ശ്യാമയുടെ അരികിലേക്ക് വീണ്ടും നോക്കുകയാണ് രാധിക. അല്ല, അതാരാ മേഡം എന്ന് അമൃത ശ്യാമയെ കുറിച്ച് രാധിക അമൃതയോട് അന്വേഷിച്ചു. അപ്പോഴേക്കും അമൃത പറഞ്ഞു, അത് ഫിദ മേഡത്തിന്റെ ഒരു കൂട്ടുകാരിയാണ് എന്ന് പറഞ്ഞു. ആണോ, ഫിദ മേഡത്തിന്റെ കൂട്ടുകാരിയാണോ എന്ന് കേട്ടതും വളരെ സന്തോഷമായി രാധികയ്ക്ക്. ഫിദ മേഡത്തിന്റെ കൂട്ടുകാരിയാണെങ്കിൽ എനിക്കും വളരെ വേണ്ടപ്പെട്ടയാളാണല്ലോ. അതെ, ഫിദ മേഡം എന്നോട് പറയുന്നത് എന്താണെന്നറിയാവോ? ഞാൻ ഫിദ മേഡത്തിന്റെ മോളാണെന്നാ പറയുന്നത്. സ്വന്തം അമ്മയായി കണ്ടോളാനാണ് ഫിദ മാം പറയുന്നത്. പിന്നെ എന്താണെന്നറിയോ, ഫിദ മേഡത്തിന് ഞാൻ കരഞ്ഞാലും ചിരിച്ചാലും ഒക്കെ മേഡത്തിന് അതിന്റെ അർത്ഥം അറിയാം. അല്ലെങ്കിലും അമ്മമാരങ്ങനെയാണല്ലോ, മക്കളുടെ മുഖം വാടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് ഫിദ മേഡം എന്നോട് അത്രയും വളരെ സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നതും പെരുമാറുന്നതുമൊക്കെ. ഫിദ മേഡം ഒരു പാവമാണ്, പഞ്ചപാവം എന്നൊക്കെ ശ്യാമയെക്കുറിച്ച് രാധിക വാതാരത സംസാരിക്കുന്നത് ശ്യാമയെല്ലാം കേട്ടു. അതേ എന്ന് പറഞ്ഞ് തലകുലുക്കി പിന്തിരിയാനായിട്ട് ശ്യാമ തയ്യാറാകുമ്പോഴേക്കും പെട്ടെന്ന് രാധിക മോളുടെ കാര്യം ഓർത്ത് വേഗം സാരി തലപ്പുകൊണ്ട് മുഖം മൂടാനായിട്ട് രാധിക കാണാതിരിക്കാനായി ശ്യാമ ശ്രദ്ധിച്ചു. അപ്പോഴാണ് വീണ്ടും ശ്യാമ അങ്ങനെ ശ്യാമയുടെ സാരി തലപ്പിട്ട് അങ്ങനെ മൂടി വെക്കുന്നത് കണ്ട് രാധിക ചോദിച്ചു, അല്ല ഈ മേഡം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, എന്തു പറ്റി എന്ന് രാധിക അന്വേഷിച്ചതും അമൃത പറഞ്ഞു, അത് പിന്നെ തലവേദന കൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോ രാധിക ചോദിച്ചു, അല്ല മേഡത്തിന്റെ പേരെന്താ? അപ്പോഴേക്കും അമൃതയെടുത്തി പറഞ്ഞു, വേണി എന്നാ പേര് എന്നറിയിച്ചു. കൊള്ളാലോ, നല്ല പേരാ. അല്ല വേണി മേഡത്തിന് തലവേദനയാണെങ്കിലേ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ പ്രസാദം ഉണ്ടല്ലോ, അത് തൂത്താ മതി, പ്രസാദം തൊട്ടില്ലേ എന്ന് രാധിക അന്വേഷിച്ചു. തൊട്ടല്ലോ എന്ന് അമൃത പറഞ്ഞതും സാധാരണ കുഞ്ഞുനാളിൽ ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഔഷധമായി ഞങ്ങൾ കരുതുന്നത് അത് ഭഗവാന്റെ പ്രസാദമാണ്. ആ പ്രസാദം ഒന്ന് കുറച്ച് നെറ്റിയിലിട്ട് കഴിഞ്ഞാൽ തലവേദനയാണെങ്കിലും എന്താണെങ്കിലും വേഗം മാറും. അതാണ് കുഞ്ഞുനാൾ മുതലുള്ള ഞങ്ങളുടെ ശീലമേ. പിന്നെ വേണു മേഡം, എൻ്റെ അച്ഛനൊരു പൂജാരിയാണേ, അതുകൊണ്ടാകട്ടോ എന്നൊക്കെ ശ്യാമയോട് രാധിക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാം ശ്യാമ കേട്ട് തല കുലുക്കി അങ്ങനെ നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് രാധികയ്ക്കാകെ സംശയം തോന്നി. അല്ല, ഇതെന്താ ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചിട്ടും ഒന്ന് തിരിഞ്ഞൊന്ന് നോക്കാൻ പോലും കൂട്ടാക്കാത്തത്, ജാടയാണോ എന്ന് ശ്യാമയെക്കുറിച്ച് രാധിക ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു. അപ്പോഴേക്കും അമൃതയെടുത്ത് ചോദിച്ചു, എന്തു പറ്റി, എന്താ മോൾ ആലോചിക്കുന്നത്? ഒന്നുമില്ല മേഡം. അല്ല വേണു മേഡത്തിന്റെ വീട് എവിടെയാ എന്ന് ചോദിച്ചതും പെട്ടെന്ന് ശ്യാമയെ ഒന്നും മറുപടി പറയാതിരിക്കുന്നത് കണ്ട് അമൃത പറഞ്ഞു, അത് പിന്നെ ചെങ്ങളത്താണ് വേണിയുടെ വീട് എന്നറിയിച്ചു. ചെങ്ങളത്താണോ? അല്ല, ഞാനേ കുറച്ചു നേരം ശ്രദ്ധിക്കുന്നു, ഞാൻ എന്ത് ചോദിച്ചാലും വേണി മേഡം പറയേണ്ട ഉത്തരങ്ങളൊക്കെ അമൃതമാമ പറയുന്നത്, എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോൾ ശ്യാമയെ
ഒന്നും മിണ്ടാതിരിക്കുന്ന വേണിയെ നോക്കിയിട്ട് അമൃത പറഞ്ഞു. അമൃത വേഗം രാധികയോട് പറഞ്ഞു, ഹേയ് മിണ്ടാതിരിക്കുന്നുണ്ടോ കുട്ടി, ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യല്ലേ എന്ന് പറഞ്ഞു. അത് കേട്ടതും, ഓ സോറി കേട്ടോ, ഞാൻ ഫിദ മാം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണല്ലോ, അപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുടെ കൂട്ടുകാരെന്ന് പറയുമ്പോൾ, അവരോട് അടുപ്പമുള്ള ആളെന്ന് പറയുമ്പോൾ അവരും നമുക്ക് വളരെ പ്രിയപ്പെട്ടവരായി മാറുമല്ലോ, അതുകൊണ്ടാ കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഓ സോറി, എന്നാ ഇനി ഞാൻ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ് രാധിക പരിഭവത്തോടെ ഇരുന്നു. എന്തായാലും ഞാൻ ഇക്കാര്യം ഫിദ മാമിനോട് പറയുന്നുണ്ട് എന്നൊക്കെ രാധിക മനസ്സിലങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം കുറച്ചു നേരം പോയി കഴിയുമ്പോഴേക്കും, അല്ല ഇനി സ്കൂളിലേക്കാണ്, മ്യൂസിക് സ്കൂളിലേക്കാണല്ലോ വരുന്നത്. ഞാൻ മ്യൂസിക് സ്കൂളിലേക്ക് ഈ വണ്ടിയിൽ വരാൻ വേണ്ടി തയ്യാറായതേ, ഞാൻ അവിടെ എത്തുമ്പോൾ, ഇവിടുന്ന് നടന്ന് അവിടെ എത്തുമ്പോഴേക്കും ഒത്തിരി വൈകും, സമയം ഒത്തിരി പോവുകയും ചെയ്യും. അപ്പൊ പിന്നെ ഫിദ മാമോ അമൃത മാമോ എന്നോട് ചോദിക്കില്ലേ എന്തുകൊണ്ടാ വൈകിയെന്ന്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാൽ കയറിയത് എന്നൊക്കെ രാധിക പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം മ്യൂസിക് സ്കൂളിന് അരികിലേക്ക് എത്തിയതും വണ്ടി നിർത്തി അമൃതയും രാധികയും ഇറങ്ങി. രാധിക വേഗം തന്നെ ഓടിയെത്തി ശ്യാമയുടെ ആ സൈഡ് സീറ്റിന് അരികിലേക്ക് വന്ന് ഡോർ തുറക്കാൻ തുടങ്ങുമ്പോഴേക്കും അമൃത വേഗം രാധികയെ പിടിച്ചു നിർത്തി. എന്താ മോളെ, എന്താ കുട്ടി എന്ന് ചോദിച്ചതും, അല്ല എനിക്ക് വേണി മാഡത്തെ ഒന്ന് കാണണം, മാഡത്തോടൊന്ന് സംസാരിക്കണം, ഇനി മറ്റെവിടെയെങ്കിലും വെച്ച് മേഡത്തെ കാണുവാണെങ്കിൽ ചെന്ന് സംസാരിക്കാലോ, അത് മാത്രമല്ല ഫിദ മാമിനോടും പറയണം മേഡത്തിന്റെ കാര്യം, ഇത്രയും നേരമായിട്ടും മേഡം എന്നോടൊന്നും മിണ്ടു പോലും ഇല്ലല്ലോ എന്നൊക്കെ രാധിക പറയുമ്പോഴേക്കും പെട്ടെന്ന് ശ്യാമ ഡ്രൈവറോട് വണ്ടി എടുത്തോളാൻ അറിയിച്ചു. അപ്പോഴേക്കും വണ്ടിയിൽ അങ്ങ് വേഗം ശ്യാമ അവിടുന്ന് പോയി കഴിയുമ്പോൾ തൽക്കാലം രക്ഷപ്പെട്ടു എന്ന രീതിയിൽ അങ്ങനെ നിൽക്കുന്ന അമൃതയെടുത്തിയെ നോക്കിയിട്ട് രാധിക പറഞ്ഞു, ഓ ഇതെന്താ ആ വേണിമാം അങ്ങനെ, എന്തായാലും ഫിദ മാമിനോട് ഞാൻ പറയുന്നുണ്ട്, ഫിദ മാമിന്റെ കൂട്ടുകാരി ഇങ്ങനെയൊക്കെ പെരുമാറിയ കാര്യം ഞാൻ തീർച്ചയായിട്ടും ഫിദ മാമിനോട് പറഞ്ഞു കൊടുക്കും എന്ന് രാധിക പരിഭവം പറഞ്ഞു. അമൃത പറഞ്ഞു, ശരി ശരി വേഗം വാ എന്ന് പറഞ്ഞ് അമൃത രാധികയും വിളിച്ചുകൊണ്ട് വേഗം മ്യൂസിക് സ്കൂളിലേക്ക് പോന്നു. അപ്പോഴാണ് കണിമംഗലത്ത് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് ആകെ വിഷമിച്ചിരിക്കുകയാണ് പ്രിയങ്ക. ബാൽക്കണിയിലിരിക്കുന്ന പ്രിയങ്കയെ കണ്ടുകൊണ്ട് അവിടേക്ക് കൽപ്പനയും ഉർവശിയും എത്തി. ഇരുവരും വന്നിട്ട് അവിടെ നിന്ന് പ്രിയങ്കയോട് ചോദിച്ചു, എന്തു പറ്റി, എന്താ നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്? അപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു, അല്ല എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു, നിങ്ങൾ എല്ലാവരും എൻ്റെ ഒപ്പം നിൽപ്പുണ്ട് ഒറ്റക്കെട്ടായിട്ട്, എന്നിട്ടും വരുണിൽ യാതൊരു മാറ്റവും ഇല്ല. എത്ര നാളായി ഞാൻ വരുണിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നു, എന്തു പറ്റി വരുൺ എന്നിട്ട് എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യുന്നില്ല, എന്നെ ഒന്ന് മൈൻഡ് ചെയ്യുന്നില്ല, കാരണം എന്താ, ഞാൻ എന്താ, എനിക്കൊട്ടും സൗന്ദര്യമില്ലേ, ആര് കണ്ടാലും എന്നെ ഒന്ന് നോക്കുന്ന സൗന്ദര്യമുള്ള ഒരാളല്ലേ ഞാൻ എന്നൊക്കെ ആകെ വിഷമത്തോടെ പ്രിയങ്ക അന്വേഷിച്ചു. അപ്പോഴേക്കും പ്രിയങ്ക അങ്ങനെ ചോദിച്ചത് കേട്ട് വേഗം കൽപ്പനയും ഉർവശിയും പറഞ്ഞു, ഹേയ് പ്രിയങ്ക, നിന്നെ കാണാൻ സുന്ദരിയാണ്, ഏതൊരാണും നിന്നെ കണ്ടാൽ നോക്കുന്ന ഒരു സൗന്ദര്യം നിനക്കൊണ്ട് താനും, പക്ഷേ എന്നിട്ടും വരുണിന്റെ മനസ്സിൽ നിനക്ക് കയറിക്കൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. അപ്പോഴേക്കും കൽപ്പന പറഞ്ഞു, വേറൊന്നുമല്ല, അങ്ങനെയാണെങ്കിൽ വരുണിന്റെ മനസ്സിൽ മറ്റേതോ ഒരു പെണ്ണുണ്ട്, അക്കാരണത്താലാണ് അവിടെ പ്രിയങ്കയ്ക്ക് സ്ഥാനമില്ലാത്തത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പ്രിയങ്ക ചോദിച്ചു, അങ്ങനെയുള്ളതോ, അതാരാ, ഇനി ഓഫീസിൽ എവിടെയെങ്കിലും ഉള്ള ആളാണോ, അതോ വരുണിന്റെ ഏതെങ്കിലും ഗേൾ ഫ്രണ്ട് ആണോ, ആരാ അവളെ ആരാണെന്നെങ്കിലും എനിക്ക് അറിയണം എന്ന് പ്രിയങ്ക പറഞ്ഞത് ഉടനെ ആ ചോദ്യം കേട്ട് കൽപ്പന പറഞ്ഞു, അങ്ങനെയുള്ള ഒരു പെണ്ണ് ഇവിടെയുണ്ട്, അത് വേറെ ആരുമല്ല, ഓഫീസിലുള്ളവളോ വരുണിന്റെ ഗേൾ ഫ്രണ്ട്സോ ആരുമല്ല, മറിച്ച് ആ പെണ്ണിന്റെ പേരാണ് രാധിക, അതായത് നിന്റെ ചേച്ചി. രാധികയോടുള്ള വരുണിന്റെ ആ സ്നേഹം, വരുണിന് രാധികയോട് അങ്ങനെ ഒരു പ്രണയമുള്ളത് കൊണ്ടാണ് വരുൺ നിന്നെ അംഗീകരിക്കാനോ നിന്നെ ഭാര്യയെ സ്വീകരിക്കാനോ തയ്യാറാകാത്തതെന്ന് കൽപ്പന അറിയിച്ചു. അത് കേട്ടതും പ്രിയങ്ക പറഞ്ഞു, ഏയ് ഒരിക്കലുമില്ല, ചേച്ചിയോട് അങ്ങനെയൊന്നും ഇല്ല, ചേച്ചിക്ക് അങ്ങനെ ഒരു ബന്ധം വരുണുമായിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് കേട്ട ഉടനെ ഉർവശി പറഞ്ഞു, അതെ ഞാൻ കണ്ടതല്ലേ, ഞാൻ നേരിട്ട് കണ്ടതല്ലേ, അവരുടെ പ്രണയരംഗങ്ങൾക്ക് പലപ്പോഴും ഞാൻ സാക്ഷിയായിട്ടുണ്ട്, അത് ഞാൻ ഏട്ടത്തിയെ കാണിച്ചും കൊടുത്തിട്ടുണ്ട്, അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഏട്ടത്തി ഇപ്പം എല്ലാ കാര്യത്തിനും നിന്റെ ഒപ്പം നിൽക്കുന്നത്. വരുണിനെ എതിർത്തുകൊണ്ട് നിങ്ങളെ ഒന്നിപ്പിക്കാനായിട്ട് ചേട്ടത്തി മുൻകൈ എടുക്കാനുള്ള കാരണവും അത് തന്നെയാണ് എന്ന് വരുണിന്റെയും രാധികയുടെയും പ്രണയത്തെക്കുറിച്ച് ഉർവശി പ്രിയങ്കയോട് പറഞ്ഞു. അങ്ങനെയൊന്നും ഒരിക്കലും ചേച്ചി ചെയ്യില്ല, എനിക്കിതൊരിക്കലും വിശ്വസിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ, ശരി ഞങ്ങൾ പറയുന്നതല്ലേ നിനക്ക് വിശ്വസിക്കാൻ പറ്റാതെയുള്ളൂ, ഞങ്ങൾ കാണിച്ചു തരാം അങ്ങനെ ഒരു സംഭവം, അപ്പോൾ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞ് പ്രിയങ്കയോട് അങ്ങനെ ഒരു സന്ദർഭം അവിടെ ഉണ്ടായിട്ടുണ്ടെന്നും ആ വീട്ടിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ്. രാധികയുടെ വരുണിന്റെയും ബന്ധത്തെക്കുറിച്ച് കൃത്യമായി തന്നെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർക്കിടയിൽ അങ്ങനെ ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട് എന്ന്
വരുണിന്റെ വരുണും രാധികയും തമ്മിലുള്ള ബന്ധം അത്തരത്തിലാണ് എന്ന് ഉർവശിയും കൽപ്പനയും പ്രിയങ്കയെ ബോധ്യപ്പെടുത്തുമ്പോഴും പ്രിയങ്കയുടെ മനസ്സിൽ ചേച്ചി ഒരിക്കലും അങ്ങനെ തന്നോട് കാട്ടുകയില്ല എന്ന ഒരു ധാരണ പ്രിയങ്കയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. പ്രിയങ്ക അതോർത്ത് സങ്കടത്തോടെ അങ്ങനെ നിന്നു. ഈ സമയത്ത് വരുണിന്റെയും രാധികയുടെയും ബന്ധത്തെക്കുറിച്ച് തങ്ങൾ തെളിവ് സഹിതം നിന്റെ കൺമുന്നിൽ തന്നെ അത് കാണിച്ചു തരാമെന്ന് അവർ പ്രിയങ്കയ്ക്ക് വാക്ക് നൽകി. പിന്നീട് കാണുന്നത് മ്യൂസിക് സ്കൂളിലേക്ക് തന്റെ റൂമിലേക്ക്, തന്റെ ആ ക്യാബിനിലേക്ക്, ആ സ്റ്റാഫ് റൂമിലേക്ക് എത്തുകയാണ് ശ്യാമ. അപ്പോഴേക്കും അവിടെ അമൃതയെടുത്തി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓടിയെത്തി ശ്യാമ ചോദിച്ചു, ഏട്ടത്തി വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? ഞാൻ കുറച്ചു ദൂരം അങ്ങ് പോയി, അത് കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു. മോൾ എവിടെ എന്ന് ചോദിച്ചതും അവള് അപ്പുറത്തോട്ട് പോയിട്ടുണ്ട്, ഇപ്പൊ എത്തും, എന്തായാലും കാര്യങ്ങൾ പിന്നീട് പറയാം, വേഗം ശ്യാമ ഡ്രസ്സ് മാറ്, ഫിദയുടെ വേഷം ഇട് എന്ന് പറഞ്ഞു. ശരി, ഞാൻ വേഗം പോകാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴേക്കും രാധിക വരുന്നത് കേട്ടു. അമൃതമാം എന്ന് ഉറക്കെ വിളിച്ചത് കേട്ടോണ്ട് ശരി ശരി വേഗം പോ എന്ന് ശ്യാമയോട് രാധിക വന്നുവെന്നും പെട്ടെന്ന് പോകാനായിട്ട് അമൃത അറിയിച്ചു. അമൃത പറഞ്ഞത് കേട്ട് വേഗം തന്നെ അവിടേക്ക് പോകാൻ തുടങ്ങുകയാണ്. ഉടനെ തന്നെ ശ്യാമ തന്റെ ഓഫീസ് റൂമിൽ വേഗം വാഷ്റൂമിലേക്ക് കയറി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ രാധിക അവിടേക്ക് എത്തി. ഫിദാമം വന്നില്ലേ അമൃതമാം എന്ന് ചോദിച്ചതും വന്നു, ഇതാ അവിടെ വാഷ്റൂമിൽ കയറിയിരിക്കുകയാണ് എന്നറിയിച്ചു. അപ്പോഴേക്കും രാധിക എന്തായാലും തനിക്ക് ഫിദാമാമിനെ കാണണം, വേണി മേഡത്തെ കുറിച്ച് എനിക്ക് മാമിനോട് പറയാനുണ്ട് എന്ന് രാധിക അറിയിച്ചു. അതെന്താ, പ്രത്യേകിച്ച് എന്താ വേണിയെ കുറിച്ച് പറയാനുള്ളതെന്ന് അമൃതയെടുത്ത് അന്വേഷിച്ചതും ഉടനെ രാധിക പറഞ്ഞു, അല്ല എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയ കാര്യം എനിക്ക് പറയണം. എത്ര നേരം ഞാൻ സംസാരിച്ചു, എന്നിട്ട് എന്നോട് ഒരു വാക്ക് പോലും പറയാനോ എന്നോടൊന്ന് സംസാരിക്കാനോ തയ്യാറായില്ലല്ലോ വേണി മാം. എത്ര തവണ ഞാൻ സംസാരിച്ചതാണ്, ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല, എന്നെ നോക്കു പോലും ഇല്ല എന്ന് സങ്കടത്തോടെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് ഫിദ എത്തി. ഉടനെ ഫിദയെ കണ്ടതും വളരെ സന്തോഷത്തോടെ രാധിക പറഞ്ഞു, ഫിദ മാം, ഇന്ന് മാമിന്റെ ഒരു കൂട്ടുകാരിയെ ഞാൻ കണ്ടു, വേണി മാഡം. ഞാൻ കുറേ നേരം സംസാരിച്ചു, എന്നിട്ടൊരു വാക്ക് പോലും എന്നോട് സംസാരിച്ചില്ല, എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് കേട്ടോ എന്ന് രാധിക പറയുമ്പോൾ അത് കേട്ട ഉടനെ രാധികയുടെ ആ ഒരു സംസാരം കേട്ടതോടെ ശ്യാമ പറഞ്ഞു, സാരയില്ല, ഓരോരുത്തരും ഓരോ ക്യാരക്ടർ അല്ലേ. വേണി എങ്ങനെയാണ്, ആരോടും അങ്ങനെ അധികം സംസാരിക്കാത്ത കൂട്ടത്തിലാണ്, ഓരോരുത്തർക്കും ഓരോരോ ഇഷ്യൂസ് അല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എന്തായാലും മോൾക്ക് വേണ്ടി പ്രസാദം കഴിപ്പിച്ചിട്ടുണ്ട്, മോള് തൊടണം എന്ന് ഫിദ പറയുമ്പോഴേക്കും ഉടനെ രാധിക പറഞ്ഞു, വേണ്ട, ഇത് വേണിമാമിന് വേണ്ടി കഴിപ്പിച്ച പ്രസാദമല്ലേ, ഞാൻ തൊടുന്നില്ല എന്ന് പറഞ്ഞ് പരിഭവിച്ചിരിക്കുമ്പോൾ ഉടനെ ശ്യാമ പറഞ്ഞു, അല്ല, ഇത് മോൾക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞ് കഴിപ്പിച്ചതാണ്. കുറേ ദിവസമായി എൻ്റെ മോളുടെ മനസ്സ് ആകെ അസ്വസ്ഥമല്ലേ, വല്ലാതെ വിഷമത്തിലല്ലേ മോളുടെ സങ്കടങ്ങളൊക്കെ മാറാനും വിഷമങ്ങളൊക്കെ ഇല്ലാതാകാനുമായിട്ട് അമ്മ പ്രത്യേകം പറഞ്ഞ് കഴിപ്പിച്ചതാണ് ഈ പ്രസാദം. എന്താ അമ്മ പറഞ്ഞ മോള് കേൾക്കില്ലേ എന്ന് ചോദിച്ചതും ആരെങ്ങനെയൊക്കെ മോളോട് പെരുമാറിയാൽ എന്ത്, ഈ അമ്മയില്ലേ മോൾക്കൊപ്പം, പിന്നെന്താ എന്ന് ഫിദ ചോദിച്ചു. ഇത് കേട്ടതും രാധിക വളരെ സന്തോഷത്തോടെ ഫിദ നോക്കിയിട്ട് പറഞ്ഞു, ശരി, അമ്മ എനിക്ക് വേണ്ടി പറഞ്ഞ് പ്രത്യേകം കഴിപ്പിച്ച പ്രസാദമല്ലേ, വഴിപാട് പ്രസാദമല്ലേ, ശരി, എനിക്ക് തൊട്ടോ എന്ന് പറഞ്ഞ് ഞാൻ തൊട്ടോളാം, ഇനി അന്നേക്ക് എന്ന് രാധിക പറഞ്ഞതും അമൃതയെടുത്തി വേഗം രാധികയ്ക്ക് പ്രസാദം തൊട്ടു കൊടുത്തു. ഇത് കണ്ടുകൊണ്ട് രാധിക തന്നെ നോക്കി നിൽക്കുകയാണ് ഫിദ. അപ്പോഴേക്കും രാധിക ഫിദയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, എന്നെക്കുറിച്ച് ഓർത്ത് ഒത്തിരി പേടിക്കൊന്നും വേണ്ട കേട്ടോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കാവലിരിക്കാനും ഇതുപോലെ വഴിപാടുകൾ കഴിക്കാനും ഒക്കെ ഒരമ്മയുണ്ടല്ലോ, അപ്പൊ പിന്നെ എനിക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് രാധിക ഫിദയെ നോക്കി പറയുമ്പോൾ തൻ്റെ മകളെ അങ്ങനെ നോക്കി, എൻ്റെ മോൾക്കൊരാപത്തും വരാൻ പാടില്ലെന്നും എൻ്റെ മോളുടെ കണ്ണുകൾ നിറയാൻ പാടില്ലെന്നും മോൾക്കൊരു സങ്കടവും ഉണ്ടാകാൻ പാടില്ല എന്നും രാധികയെ നോക്കി ശ്യാമ പറഞ്ഞു. മനസ്സിൽ അപ്പോഴും ശ്യാമ പ്രാർത്ഥിച്ചത്, എൻ്റെ മകളെ ഒരു ആപത്തിൽ നിന്ന് പെടുത്തരുതെന്നും എൻ്റെ മോളുടെ ശത്രുക്കൾ ആരാണെങ്കിലും അവരുടെ പിടിയിൽ നിന്ന് എൻ്റെ മോളെ രക്ഷിക്കണേ കണ്ണ എന്ന് മനമൊരുക്കി പ്രാർത്ഥനയോടെ രാധികയെ നോക്കുകയാണ് ശ്യാമ. അപ്പോഴേക്കാളും ആ ക്ഷേത്രത്തിലെത്തിയിട്ടും വഴിപാടുകൾ നടത്തിയതിനു ശേഷം രാധികയെ അവിടെ വെച്ച് സത്യം ചെയ്യിക്കാമെന്നുള്ള ഐശ്വര്യയുടെ ആ തന്ത്രം ഫലിക്കാതെ പോയതിന്റെ നിരാശയിലായിരുന്നു ഐശ്വര്യ. ഐശ്വര്യയോട് സോന ചോദിച്ചു, മേഡം ഒന്നും നടന്നില്ലല്ലോ എന്ന് ചോദിച്ചതും ഐശ്വര്യ പറഞ്ഞു, ശരിയാ, ഇന്ന് കൊണ്ട് അവളെ കൊണ്ട് സത്യം ചെയ്യിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് ഞാൻ, പക്ഷെ എന്ത് ചെയ്യാം, എല്ലാം തകർത്ത് കളഞ്ഞു. ഈശ്വരന്മാർ അവൾക്കൊപ്പം നിൽക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഇനിയൊരു അവസരം വരും എന്ന് പറഞ്ഞ് ഐശ്വര്യ വേഗം സോനയും വിളിച്ച് ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്നു.